ഇന്നെന്തേ നേരത്തെ വന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്നാണ്? ഇന്ന് ക്ലാസ്സിലൊരു പ്രശ്നം ഉണ്ടായി. എന്താവും ആർക്കറിയാം. എന്തു പറ്റി? എന്താ ഉണ്ടായേ? ക്ലാസ്സിൽ വികൃതി കാണിച്ച കുട്ടിയെ ഞാനൊന്ന് ശാസിച്ചു. അത് ഇത്തിരി കടന്നുപോയി. നിങ്ങൾ എന്തായി പറയുന്നേ? പഴയ കാലമൊന്നും അല്ല. ജോലി ചെയ്യാ പോരാ, ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ അറിയില്ലേ? ക്ലാസ്സിൽ വികൃതി കാണിച്ചപ്പോൾ ഞാനൊന്ന് വഴക്ക് പറഞ്ഞു. അവൻ ഒപ്പത്തിനൊപ്പം പറഞ്ഞു, ഞാൻ അവൻ്റെ അധ്യാപകനല്ലേ. ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉണ്ടാവുക? പോലീസുകാരും കേസൊക്കെ ആയിട്ട് എപ്പോഴാണോ വരുക? അതെ, ആ കുട്ടിയോട് പോയെന്ന് മാപ്പ് പറഞ്ഞ പ്രശ്നം തീരുവോ? പ്രശ്നം തീരുമെങ്കിൽ മാപ്പ് പറയാം. എന്നാ അതന്നെയാ നല്ലത്. ഉള്ള പണി കളയാൻ നിൽക്കണ്ട. ആ കുട്ടിയുടെ അമ്മ എഴുതുന്നുണ്ട്. ഞാൻ ഇവിടെ ഉള്ള പറയണ്ടേ? ആ എന്തേ? ആരെ മനസ്സിലായില്ലല്ലോ. ഞാനിന്ന് സ്കൂളിൽ പോയിരുന്നു. മാഷിനെ അവിടെ കണ്ടില്ല. മാഷ് ഇവിടെ ഇല്ലേ? ആ, മാഷ് പറഞ്ഞ കുട്ടീൻ്റെ അമ്മയാണല്ലേ. മാഷ് എന്തേലും പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം. എനിക്ക് മാഷിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മാഷിനെ വിളിക്ക്. അതെ, ആള് പണ്ടത്തെ മാഷല്ലേ, ആ സ്വഭാവം കാണിക്കും ഇടക്ക്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചല്ലേ? അന്നൊക്കെ മാഷന്മാർ എങ്ങനെയായിരുന്നു? നിങ്ങൾക്കത് ഓർമ്മയില്ലേ? അന്ന് കണക്ക് മാഷ് നുള്ളേന്റെ പാട് ഇന്നും എൻ്റെ കയ്യിൽ കാണാനുണ്ട്. അന്നൊക്കെ രക്ഷിതാക്കള് മാഷന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യാം. എന്നിട്ടൊരു പറച്ചിലാ, നിങ്ങൾ തല്ലി നന്നായി കൊളിയുന്നു. എന്റെ മോൻ 10ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാല് തിരിച്ചു പറയുന്ന കേട്ടാല് എന്റെ നെഞ്ചു തകർന്നു പോവും. മറ്റു പിള്ളേരെല്ലാം കൂടി എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്റെ മക്കൾ മാത്രല്ല, ഒരുപാട് മക്കളുണ്ട് അങ്ങനെ. നിയമമൊക്കെ മാറിയില്ലേ? മാഷന്മാർക്ക് ഇപ്പം തല്ലാനോ ചീത്ത പറയാനോ പാടില്ല. മാഷ് ഇവിടെ ഇല്ലേ? എനിക്ക് മാഷിനെ കാണണം. വഴക്ക് പറഞ്ഞു നേരാ, പക്ഷെ തല്ലിട്ടൊന്നുമില്ല. എന്താ വിളിച്ച് ഞാൻ തെറ്റ് ചെയ്യാം. എന്താ മാഷ പറയുന്നത്? എൻ്റെ ഒരു സഹപ്രവർത്തകയുണ്ടായിരുന്നു, സാഗര ടീച്ചർ. ഒരിക്കൽ ഒരു കുട്ടിയെ തല്ലി, കാല് ചെറിയൊരു പാടുണ്ടായി. അതുകൊണ്ട് എന്തെല്ലാം പുര ഉണ്ടായെന്നുള്ളൂ. ചാനൽ ഒരാഴ്ച അതുകൊണ്ട് ആഘോഷിച്ചു. ഇപ്പൊ ടീച്ചർ അവസ്ഥ എന്താ പറയുക? വളരെ ഡിപ്രഷനിലാണ്. എന്റെ മക്കള് തെറ്റ് ചെയ്താ ഞാൻ അവരെ ശിക്ഷിക്കും. ചെറിയ നോവുകളിലൂടെ വലിയ പാഠങ്ങൾ പഠിക്കാം. ചാനലായ ചാനൽ മുഴുവൻ എന്നെ കൊത്തിപ്പറിച്ചു. ഞാനൊരു കുറ്റവാളിയായി. ഒരിക്കൽ ഏറെ ആഗ്രഹിച്ച് നേടിയെടുത്തതാ ടീച്ചർ എന്ന പദവി. ഇപ്പൊ ഏറെ എന്നെ പേടിപ്പിക്കുന്നതും അതാ. ഇപ്പൊ അധ്യാപനം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയുക? സിലബസിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്ന ഒരു യന്ത്രം. അതിനപ്പുറം കുട്ടികൾക്കും ആവശ്യമില്ല, നിയമത്തിനും ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനോട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. വേണമെങ്കിൽ അവൻ എന്നെ 2 ചീത്ത വിളിച്ചോട്ടെ. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇത് കുറച്ച് പൈസയാ, നഷ്ടപരിഹാരമായിട്ട് കാണണ്ട. ഞാൻ വന്നത് എന്തിനാന്ന് മാഷ്ക്കറിയോ? അതെ, ചിലപ്പോ കൂടുതൽ പൈസ ചോദിക്കാനായിരിക്കും. ഈ ചൂരിലുണ്ടല്ലോ, മാഷ്ക്ക് തിരിച്ചേൽപ്പിക്കാൻ വന്നതാ. തെറ്റ് കണ്ട തല്ലണം, ശാസിക്കണം. പഠിക്കണ കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിലേ അധ്യാപകർക്ക് ഈ ചൂരന് ഒരു സ്നേഹ. ആ ചൂരലേ മേശപ്പുറത്ത് നിർത്ത് മാറ്റിയത് നല്ലതിനാണോന്ന് നമ്മളിപ്പോ കേൾക്കുന്ന വാർത്തയിൽ കണ്ടാൽ അറിയാലോ. കുട്ടികളെ നല്ല ശീലം പരിശീലിപ്പിക്കണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ശാസിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് നുള്ളേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് തല്ലേണ്ടിയും വരും. ഇതൊന്നും പാടില്ലെങ്കിൽ ഇത് വെറും ജോലി മാത്രമാണ്. മാഷിന് ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോകേണ്ടത് ഈ ചൂരലുമായിട്ടായിരിക്കണം.